സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC മാട്രൺ എന്ന തസ്തികയിലേക്കായിട്ട് നടത്തിയ പരീക്ഷയുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 149/2025. ആദ്യത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? മൂന്നാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. 1791 ജൂലൈ 14 ജനക്കൂട്ടം ബോസ്റ്റൺ കോട്ട ആക്രമിച്ചു. അബേസിയസ്, മിറാബോ എന്നിവരായിരുന്നു ദേശീയ അസംബ്ലിയുടെ നേതാക്കൾ. ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തേതും മൂന്നാമത്തേതും പ്രസ്താവനകൾ മാത്രം ശരിയാണ്. 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ബോസ്റ്റൺ കോട്ട ആക്രമിച്ചത് 1789 ജൂലൈ 14 അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? ഇവിടെ തന്നിരിക്കുന്ന കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, തൃപ്പടി ദാനം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം, കുളച്ചൽ യുദ്ധം 1741. ആറ്റിങ്ങൽ കലാപം 1721. തൃപ്പടി ദാനം 1750. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 2, 1, 3. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തേത് മാത്രം. നിഴൽ താങ്ങലുകൾ, വൈകുണ്ഠസ്വാമികൾ. കല്ലുമാല സമരമോ? കല്ലുമാല സമരം ആരാണ്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. കല്ലുമാല സമരം അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. മൂക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ദർശനമാല ശ്രീനാരായണ ഗുരു. ചുവടെ തന്നിരിക്കുന്നവയിൽ നിസ്സഹരണ സമരവുമായി ബന്ധമില്ലാത്തത് ഏത്? നിസ്സഹരണ സമരവുമായിട്ട് ബന്ധമില്ലാത്തത് ഇൽബർട്ട് ബിൽ വിവാദം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകളേവ? കോഴഞ്ചേരി പ്രസംഗത്തിന്റെ പേരിൽ സി കേശവൻ അറസ്റ്റിലായി. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സർവജാഥ സംഘടിപ്പിച്ചു. EV രാമസ്വാമി നായ്ക്കർ സമരത്തെ പിന്തുണച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3, 4 മാത്രം ശരിയാണ്. ഉത്തരധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ്. സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്തിന് ഈ മേഖല നിർണായകമാണ്. ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് പ്രദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ഗ്രീൻലാൻഡ്. വിവിധ തരം മഴകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് ഘനീഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ മഴയാണ് സംവഹന വൃഷ്ടി. ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്നത് ശൈലവൃഷ്ടിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളത് ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2 എന്നിവ ശരിയാണ്. ഭൂമധ്യരേഖ പ്രദേശത്ത് കൂടുതലായിട്ടും ലഭിക്കുന്നത് ഏത് മഴയാണ്? സംവഹന വൃഷ്ടിയാണ്. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ സമുദ്രജല പ്രവാഹങ്ങളും അവ കാണപ്പെടുന്ന സമുദ്രങ്ങളും ശരിയായിട്ട് യോജിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. അഗുൽഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രം. കുറോഷിയോ പ്രവാഹം പസഫിക് സമുദ്രം. ലാബ്രഡോർ പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രം. ഹംബോൾട്ട് പ്രവാഹം ആർട്ടിക് സമുദ്രം. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ച് കടന്നു പോകുന്നു. 9ാമത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവ ശരിയാണ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ജിന്ദഗണ്ഡ കൊടുമുടിയാണ്.
പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശന ബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണിത്. കൃത്രിമ ഉപഗ്രഹങ്ങൾ വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഭൂവിനിയോഗം, ധാതു സമ്പത്തുകളെ കണ്ടെത്തൽ തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനകരമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ എല്ലാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ്? ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിനും കാമ്പിനും ഇടയിലായിട്ട് മാന്റിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള പാളിയാണ് കാമ്പ്. ഇത് പ്രധാനമായും നിക്കലും ഇരുമ്പും കൊണ്ട് നിർമ്മിതമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ എല്ലാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ISROയുടെ നിസാർ ദൗത്യത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇത് നാസയും ISROയും സംയുക്തമായി നടത്തുന്ന ബഹിരാകാശ ദൗത്യമാണ്. ഇത് ഭൂമിയിലെ ഉപരിതല മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്. ഈ ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത് GSLV Mk3 എന്ന വിക്ഷേപണ വാഹനമാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. ഈ ദൗത്യത്തിൽ ഉപയോഗിച്ചത് ഏതാണ് വിക്ഷേപണ വാഹനം? GSLV F-16 ആണ്. GSLV F-16 ആണ്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ മൊണ്ടേക് സിംഗ് അലുവാലിയ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉത്തര മഹാസമതലത്തിന്റെ പ്രത്യേകതകൾ. ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരി. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി തുണി വ്യവസായം. സാധാരണയായി ബാങ്കുകൾ ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏതു തരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ്? പ്രചലിത നിക്ഷേപം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ശരിയാണ്. പ്രൈമറി, സെക്കൻഡറി മേഖലകളുടെ വികസനം കൂടുന്നതിനനുസരിച്ച് സേവനങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചു. വരുമാന നിലവാരം കൂടുന്നതിനനുസരിച്ച് ആളുകൾ സേവനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു. ICT പോലുള്ള സേവനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു. 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ. ഓപ്ഷൻ എ ആണ്. ബെൻ എസ് ബർണാഗ്, ഡഗ്ലസ് ഡയമണ്ട്, ഫിലിപ്പ് ഡിബ്വിക്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 2014 ഭാരത സർക്കാർ തുടങ്ങിയ ഒരു സംരംഭം അന്തർദേശീയ സ്ഥാപനങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ശരിയാണ്. 2025 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ബിൽ പരിഗണിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ജഗദാംബിക പാൽ. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ ബി ആണ്. 106 ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരത്വം ആർജിക്കുവാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരി. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് എഴുതുക. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. അവ ലംഘിക്കപ്പെട്ടാൽ പൗരന് കോടതിയെ സമീപിക്കാവുന്നതാണ്. നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിന്റെ താല്പര്യവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു. നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. നിർദ്ദേശക തത്വങ്ങൾ സാമ്പത്തിക സാമൂഹിക നീതിക്ക് ഊന്നൽ നൽകുന്നു. ഉത്തരം ഓപ്ഷൻ എ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവ എല്ലാം ശരി. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, ആദായ നികുതി. സംസ്ഥാന ലിസ്റ്റ് മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം, പ്രാദേശിക ഗവൺമെന്റുകൾ, ജയിൽ.
കൺകറന്റ് ലിസ്റ്റ് വിദ്യാഭ്യാസം, വനങ്ങൾ, വിവാഹവും വിവാഹമോചനവും, മായം ചേർക്കൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 കൽക്കട്ടയിൽ വെച്ചാണ്. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന അംഗീകരിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 4 എന്നിവ എന്താണ്? ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? അനന്യം പദ്ധതി. കേരളത്തിൽ GSTPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏത്? തൃതീയ മേഖലയാണ്. തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കരാർ ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഉപരിതല ജലം സംരക്ഷിക്കപ്പെടുന്ന സ്വാഭാവിക ഇനങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയവ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. ശരിയായത് ഏത് എന്ന ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3, 4 എന്നിവ ശരിയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി, ചീഫ് സെക്രട്ടറി. കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ്. മിച്ച ഭൂമിയുടെ ഉടമസ്ഥാവകാശം ജന്മിമാർക്ക് നൽകുക. കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷൻ ആര്? KN ഹരിലാൽ. കേരളത്തിലെ ഇപ്പോഴത്തെ DGP ആര്? റവാഡ A ചന്ദ്രശേഖർ. ഏത് സാങ്കേതിക വിദ്യക്കാണ് 2020 കാർപെന്റിയർ, ജെനിഫർ എഡൌട്ട്ന എന്നീ ശാസ്ത്രജ്ഞർക്ക് രസതന്ത്ര പുരസ്കാരം ലഭിച്ചത്? CRISPR-Cas9. ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? സൂപ്പർ ബഗുകൾ. കണ്ണുകളെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിന്റെ പേര്? ലൈസോസൈം. നോസിസെപ്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടതാണ്? വേദനം. താഴെ തന്നിരിക്കുന്നവയിൽ DNA ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏതാണ്? യുറാസിൽ. ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 29. അനൈറോബിക് ശ്വസനം നടക്കുന്നത് ഏതിൽ? ബാക്ടീരിയ. RBCയിലെ വർണ്ണകം ഹീമോഗ്ലോബിൻ. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരമാറും ഫോക്കസ് ദൂരം F ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സമവാക്യമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം. F=R/2. കുത്തനെ മുകളിലേക്ക് എറിഞ്ഞ പന്ത് 100 മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച ശേഷം തിരിച്ച് അതേ സ്ഥാനത്തു തന്നെ എത്തുകയാണെങ്കിൽ പന്തിന്റെ സ്ഥാനാന്തരം എത്രയായിരിക്കും? ഓപ്ഷൻ എ ആണ് 0. മനുഷ്യന് ശ്രവണ സാധ്യമായ ശബ്ദപരിധി താഴെ കൊടുത്തിരിക്കുന്നവയിൽ എത്രയാണ്? ഓപ്ഷൻ ബി 20 Hz to 20,000 Hz. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിവശക്തി. അപാർ ID ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ ആണ് ഒരു രാഷ്ട്രം ഒരു സ്റ്റുഡന്റ് ID. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. വൈദ്യുതിയെ കടത്തിവിടാൻ കഴിവുള്ള ഒരു പദാർത്ഥമാണ് വജ്രം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് ഉത്കൃഷ്ടവാതകങ്ങൾ? ഓപ്ഷൻ സി ആണ് 2, 4. കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഏത്? ഓപ്ഷൻ ഡി. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ജലീയ ലായനിയുടെ pH മൂല്യം 7നേക്കാൾ കൂടുതലായിരിക്കും എന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങൾ ഏത്? ഓപ്ഷൻ ബി 2, 4. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്?
അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നു. 1996 രൂപം കൊടുത്ത ലണ്ടൻ പ്രോട്ടോകോൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ വസ്തുക്കളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായവ ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. ഓസോൺ പാളിയുടെ ശോഷണവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ. അടുത്ത ചോദ്യം, കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം എന്താണ്? എഴുത്തച്ഛൻ പുരസ്കാരം. ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചിത്രം ഏതാണ്? നീലക്കുയിൽ. വരിക വരിക സഹചര്യ സഹന സമര സമയമായി എന്ന പ്രസിദ്ധ ഗാനം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പയ്യന്നൂർ സത്യാഗ്രഹം. താഴെ പറയുന്നവയിൽ ഏത് ക്ലാസിക്കൽ നൃത്തമാണ് ജനിച്ച ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്? കുച്ചിപ്പുടി. MT വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാരാണ്? ഭീമസേനൻ. 2023 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഏത് രാജ്യത്താണ്? ഓപ്ഷൻ സി, ഇന്ത്യ. ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ മലയാളി താരമായ മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. സാധനങ്ങളിലെ ദ്വിമാന കോഡിന്റെ വിശദാംശങ്ങൾ സ്കാൻ ചെയ്യാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ്? QR കോഡ് റീഡർ. ഓപ്പൺ സോഴ്സ് ബ്രൗസർ സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണം ഡാഷ് ആണ്. മോസില്ല ഫയർഫോക്സ്. ഏത് നെറ്റ്വർക്ക് ഉപകരണം അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ നോഡുകളുടെയും വിലാസം സംഭരിക്കുന്നു? ഹബ്. ഒരു വെബ് പേജിൽ സ്ക്രോളിംഗ് ചിത്രങ്ങളും വാചകങ്ങളും ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു HTML ടാഗ് ഡാഷ് ആണ്. മാർക്യൂ. കേരളത്തിൽ ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നം ഏതാണ്? കണ്ണാടിപ്പായം. പോക്സോ ആക്ട് 2012 പ്രകാരം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമ കേസുകൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻസ് ബി ആൻഡ് സി. വിവാഹിതയായ ഒരു സ്ത്രീയോട് ലൈംഗിക ബന്ധം പുലർത്തുന്നത് ക്രിമിനൽ കുറ്റമായി കാണുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഒരു വകുപ്പ് സ്ത്രീകളോട് വിവേചനപരമായി നിലകൊള്ളുന്നു എന്ന കാരണത്താൽ 27 സെപ്റ്റംബർ 2018 ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന സുപ്രധാന വിധിയിലൂടെ സുപ്രീം കോടതി അസാധുവാക്കി. ഏതാണ് ആ വകുപ്പ്? സെക്ഷൻ 497. പട്ടികജാതി പട്ടികവർഗ നിയമം 1989 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്ന പ്രത്യേകതരം വിവേചനത്തിനെതിരെയുള്ള നിയമമാണ്? ആർട്ടിക്കിൾ 17. വിവരാവകാശ നിയമം 2005 പ്രകാരം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ പരമാവധി എണ്ണം എത്ര? ഓപ്ഷൻ ഡി 10. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഗവൺമെന്റ് പിന്തുണയോടെയുള്ള OTT പ്ലാറ്റ്ഫോമിന്റെ പേര്? സി സ്പേസ്. പോക്സോ ആക്ട് 2012 പ്രകാരം നിയമത്തിന്റെ നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഏത് അധികാരിയാണ് ഉത്തരവാദി? ഓപ്ഷൻ ബി ആണ് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷൻ. ഗാർഹിക പീഡന നിയമപ്രകാരം നിയമിക്കപ്പെടുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ പങ്ക് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കുകയും നടപടിക്രമങ്ങളിൽ കോടതിയെ സഹായിക്കുകയും ചെയ്യുക. ഇനി വരുന്ന 10 മാത്സ് ചോദ്യങ്ങൾ ഉത്തരം മാത്രമാണ് പറയുന്നത്. 71ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി. 72 ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 73ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 74ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 75 ഉത്തരം ഓപ്ഷൻ സി. 76ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 77 ഓപ്ഷൻ എ ആണ്. 78ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 79 ഓപ്ഷൻ എ ആണ്. 80ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്. Oh, I just forgot to bring the book.
Identify the part of speech of underlined word. Option B, interjection. Choose the correct pair of prepositions to complete the sentence. The documentary will be screened dash the conference hall dash the second floor tomorrow. Option A, in and on. The documentary will be screened in the conference hall on the second floor tomorrow. Use the correct sentence from the use the correct tense form to complete the given sentence. They dash the club a year. Joined. Fill in the blank using the correct word to complete the idiom. A ball from the blue. Convert the following sentence from active voice into passive voice from passive voice form and choose the correct answer. They selected him. He was selected by them. Find out the incorrectly spelled word from the options given below. Option C ആണ് ഉത്തരം. സ്പെല്ലിംഗ് വരുന്നത് SUCCOUR എന്നാണ്. അടുത്ത ചോദ്യം, find out the idiom which means decide or agree to stop doing something. Call it a day. Which of the following is not a synonym for the word assuage? Option D. Dash is an example for an onomatopoeic word. Splash. Choose the correct conditional clause to complete the sentence. Dash, they would have won the match. If they had played well, they would have won the match. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ വാക്ക് ഏതാണ്? ശ്രേഷ്ഠം. മയിൽ എന്ന പദത്തിന്റെ പര്യായപദം അല്ലാത്തത് ഏത്? ക്ഷീരം. തെറ്റായ അർത്ഥമുള്ള ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി. ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ ജഗത് പ്ലസ് നാഥൻ. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ശതകം ചൊല്ലിക്കുക. ഒറ്റപ്പദം കണ്ടെത്തുക. ന്യായശാസ്ത്രം പഠിച്ചവൻ. നൈയായികൻ. നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ നൃപേന്ദ്രൻ. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. യവനൻ യവനി. അധോമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം ഉന്മുഖൻ. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യമേത്? ഓപ്ഷൻ സി ആണ്. റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.